ഹായ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് തേങ്ങ അരച്ചിട്ട് വെക്കുന്ന അടിപൊളി ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. അതിനുവേണ്ടി ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക്, തക്കാളി, കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കറി വെക്കാനായിട്ട് ഞാനൊരു പാനിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. സവാള ഒരു പകുതി വഴണ്ട് വരുമ്പോൾ മാത്രം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഈ സമയം ഞാൻ ഇതിലോട്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പം സവാള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 തക്കാളി അതുകൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും കൂടെ നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തക്കാളിയുടെ തൊലിയെല്ലാം വിട്ട് വന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളി. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി. ഇനി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലപ്പൊടിയാണ്. 1.5 സ്പൂണ് മീറ്റ് മസാലയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് മീറ്റ് മസാലയാണെങ്കിലും അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വഴട്ടിയ സവോളയും അതിലോട്ട് ചേർത്തിരിക്കുന്ന മസാലകളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളറെല്ലാം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ അതിലോട്ട് ഒരു അരമുറി മുഴുവൻ എടുത്തിട്ടില്ല. തേങ്ങ വേറെ ഒന്നും ചേർക്കാതെ ഒരല്പം വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ കറിയുടെ ചാറിനനുസരിച്ചുള്ള വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നടുവേ കീറി അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന് നമ്മുടെ മുട്ടക്കറി ഇപ്പം നല്ലതായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടക്കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ കാണാൻ താല്പര്യമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.